ശ്രീവല്ലിപുത്തൂരിലെ ആണ്ടാൾ ക്ഷേത്ര ഗോപുരത്തെ എന്തിന് തമിഴ്നാട് സർക്കാർ അവരുടെ ഔദ്യോഗിക ചിഹ്നമാക്കി? ഉത്തരം തേടുകയാണ് കൈരളി വാർത്താ സംഘം. ആ കൈരളി വാർത്താ സംഘത്തിനോടൊപ്പം ചേരുകയാണ് നമ്മളും. രാജ്കുമാർ തയ്യാറായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാജ്കുമാർ, കാലൈ വണക്കം. എങ്ങനെയുണ്ട് തമിഴ്നാട്? എങ്ങനെയാണ് ഈ ഇലക്ഷൻ സമയത്തിനിടയിൽ ഇത്തരം ചില വാർത്തകൾ കൂടി കണ്ടെത്തുന്നത്? വണക്കം സിന്ദൂരി. നമ്മൾ ഇപ്പോൾ ഈ ശ്രീവല്ലിപുത്തൂർ എന്ന് പറയുന്നത് പാൽഗോവയുടെ നഗരമായിട്ട് അറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ നാട് മുഴുവനും അറിയുന്നത് പാൽഗോവ ഏറ്റവും നല്ല രുചികരമായി ഏറ്റവും ഫേമസ് ആയ പാൽഗോവ കിട്ടുന്ന നഗരമെന്ന നിലയിലാണ് ശ്രീവല്ലിപുത്തൂരിനെ അറിയപ്പെടുന്നത്. ഒരു മുനിസിപ്പാലിറ്റി കൂടിയാണ് ശ്രീവല്ലിപുത്തൂർ. പക്ഷേ ഇവിടെ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഇലക്ഷൻ്റെ പ്രചരണത്തിന് വന്നപ്പോഴാണ് ഇവിടുത്തെ CPM പ്രവർത്തകർ നമ്മുടെ ക്യാമറമാൻ രാഹുൽ ചന്ദ്രനോട് പറഞ്ഞത്, ഈ ഗോപുരത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുമോ? ഈ ഗോപുരം എന്ന് പറയുന്നത് തമിഴ്നാട് സർക്കാരിൻ്റെ ഔദ്യോഗിക ചിഹ്നമായിരുന്നു എന്ന്. അപ്പം പിന്നെ നമ്മൾ അതിൽ പിടിച്ചു. അപ്പം നമുക്ക് മനസ്സിലായി ഇത് അത്ര നിസ്സാരമായ ഒന്നല്ല. ഒരു തമിഴ്നാട് ഗവൺമെൻറ്, പ്രത്യേകിച്ച് ദ്രവീഡിയൻ കൾച്ചർ ഫോളോ ചെയ്യുന്ന ഒരു ഗവൺമെൻറ്, പേര് തന്നെ ഉണ്ടല്ലോ DMK എന്ന് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ അവരൊന്നുമല്ല, ഇതിന് മുമ്പുണ്ടായിരുന്നവർ കലൈഞ്ഞറായാലും ശരി, ADMK ആയാലും ശരി, എല്ലാം ദ്രവീഡിയൻ കൾച്ചറിൻ്റെ ഭാഗമാണ് തമിഴ്നാട് എന്ന് പറയാം. സംസ്കാരം കൂടിയാണ്. അപ്പോൾ അവരെന്തിന് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തെ ആ കാലഘട്ടത്തിലായിരുന്നു 1949 എന്തിന് ഇതിനെ ഔദ്യോഗിക ചിഹ്നമായി അംഗീകരിച്ചു എന്നുള്ളിടത്തായിരുന്നു നമ്മുടെ അന്വേഷണം. അതിൽ പറയുന്നത് ദ്രവീഡിയൻ സംസ്കാരത്തിൻ്റെ പ്രതീകമായി നമുക്കിതിനെ കാണണമെന്ന് അക്കാലത്തെ മുഖ്യമന്ത്രിമാരായ 2 പേർ, അതായത് ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് മുൻ മുഖ്യമന്ത്രി, അതായത് ഓമന്തൂർ രാമസ്വാമി റെഡ്ഡിയാർ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തായിരുന്നു ഇത് നിർദ്ദേശിക്കപ്പെട്ടത്. പിന്നീട് PS കുമാരസ്വാമി രാജ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഇത് അംഗീകരിച്ചു, അതായത് 1949. അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രമൊക്കെ ഉണ്ട്. ഇതിൽ 8ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യരാജകാലത്തായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ഇത്രയും ഹൈറ്റ് ഒന്നും ഇല്ലായിരുന്നു നിർമ്മിച്ചത്. ഇതിന് ഏതാണ്ട് 60 മീറ്റർ ഉയരമുണ്ട് എന്നുള്ളതാണ് കണക്ക്. 152 അടി, 60 മീറ്ററോളം ഉയരമുണ്ടെന്ന് കണക്കാക്കുന്നു. മാത്രമല്ല ഇതിന് 11 നിലകളുണ്ട്. ഇത് പിന്നീട് വിജയ സാമ്രാജ്യ കാലത്തുണ്ട്. വിജയരാജ സാമ്രാജ്യം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ കാലഘട്ടത്തിൽ, അതായത് 15-16 നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ ഉയരം കൂട്ടി കുറച്ചുകൂടി ഇതിനെ മനോഹരമാക്കി ആ ശില്പചാരുത മനസ്സിലാക്കും വിധം ഇത് അവർ രൂപകൽപ്പന ചെയ്തതും. പിന്നീട് ഇതൊരു വൈഷ്ണവ ക്ഷേത്രമായിട്ട് ഇത് മാറുകയും ചെയ്തു. അത് കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായി കണക്കാക്കുന്നവരുണ്ട്. അതേസമയം തന്നെ ഈ പെരിയാൾവാർ പിള്ളൈ തമിഴ് ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പിള്ളൈ തമിഴിൽ ഇത് പറയുന്നുണ്ട്. തമിഴിൻ്റെ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ലോകത്തെ ആദ്യ ഭാഷ എന്ന് പറയുന്നത് തമിഴാണ്. ഏറ്റവും പ്രാചീനമുള്ള ഒരു പഴക്കം ചെന്ന ഭാഷ എന്ന് പറയുന്നത് തമിഴ് എന്ന് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ ഒരുപാട് സാഹിത്യങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ആ തമിഴിൻ്റെയും സംസ്കൃതത്തിൻ്റെയും മകളാണ് മലയാളം എന്ന് വരെ പലപ്പോഴും നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ നമ്മുടെ ഈ തമിഴ്നാട്ടിലെ ഈ ഗോപുരത്തെക്കുറിച്ച് കുറച്ചുകൂടി ആധികാരികമായി ഇവിടെയുള്ള CPMൻ്റെ നേതാക്കൾ തന്നെ ഇത് പറയും. അവർക്ക് ഇതിൻ്റെ ചരിത്രം നന്നായിട്ട് അറിയാം. இது வரலாறு சொல்லுங்க. எப்படி? வணக்கம். தமிழ்நாடு ஸ்டேட் விருதுநகர் மாவட்டம் ஸ்ரீவில்லிபுத்தூர் நகரில் ஆண்டாள் நாச்சியார் திருக்கோவில், வடபத்திர சாய் திருக்கோவில் சுமார் ஒரு 1800 ஆண்டுகளுக்கு முன்னாடி கட்டப்பட்டது. இதில் பெரியாழ்வார் பெற்றெடுத்த பெண் பிள்ளை என்ற ஆண்டாளை இங்கே தான் கண்டெடுத்திருக்காங்க. இந்த கோவில் தமிழ்நாட்டில் மிக பிரசித்தி பெற்ற கோவில். இந்த கோவிலுடைய கோபுரம் ஒரு 191 அடி, 196 ஃபீட் இந்த கோபுரம். இதில் வல்லபதேவ பாண்டியன் என்ற அரசர் அந்த பெரியாழ்வார் 461 பல்லாண்டு பாடல் பாடியிருக்கார். பெரியாழ்வார் திருவாய்மொழின்னு சொல்லி அவருக்கு ஒரு பொற்களி கொடுத்த அடிப்படையில் இந்த வல்லபதேவ பாண்டியனுடைய உதவியில் இந்த கோபுரம் கட்டப்பட்டு இருக்குது. இது ஓமந்தூர் ராமசாமி ரெட்டியார் என்பவர் தமிழ்நாட்டில் CM இருக்கும்போது டிசைட் பண்ணது. பட் PS குமாரசாமி ராஜா இந்த ஸ்ரீவில்லிபுத்தூர் நகர் பக்கத்தில் இருக்கக்கூடிய ராஜபாளையம் நகருடைய சேர்ந்தவர் PS குமாரசாமி ராஜா. அவர் காலத்தில் இட் ஹஸ் பீன் அக்செப்டட் பை தி கவர்மெண்ட். இது தமிழ்நாடுடைய எம்பளமாக வாய்மையை வெல்லும் என்ற அடிப்படையில் பண்ணியிருக்காங்க. இந்த கோவிலில் ஆண்டாள் திருப்பாவை 30 பாடியிருக்கிறாங்க. ஆண்டாள் நாச்சியார் திருவாய்மொழி என்று சொல்லி அது ஒரு 143 பாசுரங்கள் இருக்கிறது. அதே மாதிரி பெரியாழ்வார் 461 பாசுரம் பாடியிருக்கிறார். அது பிள்ளை தமிழ் ஒரு முன்னோடியாக அவர் பாடியிருக்கதாக ஒரு வரலாறு கூடுகிறது. இந்த கோபுரமே ஒரு தமிழ் இலக்கியம். ஆமாம், இந்த கோபுரமே ஒரு திராவிடன் கல்ச்சராக அன்றைக்கு சொல்லியிருக்கு. TKC சிதம்பரம் முதலியார் என்பது தான் நேரு அவர்களுக்கு இதை சொல்லி இதை எந்த சமய மதசார்பற்ற செக்குலரிசம் என்ற அடிப்படையில் இது தமிழ்நாட்டின் சின்னமாக
வாய்மையே வெல்லும் என்ற அடிப்படையில் இந்த கோபுரம் வந்தது அமைக்கப்பட்டிருக்கிறது. உண்மையிலே உங்கள் கைரளி டிவிக்கு வாழ்த்துக்கள். கேரள மக்களுக்கும் எங்களுடைய வாழ்த்துக்கள். தேங்க்யூ. இந்த ஸ்ரீவில்லிபுத்தூருடைய கோபுரம் வந்து மிக புகழ்பெற்ற ஒரு கோபுரம். இது வந்து பார்த்தீங்க அப்படின்னு சொன்னால் இது தமிழ்நாட்டினுடைய எம்பலமாக இன்றைக்கி வந்து அறிவிக்கப்பட்டு இருக்குது. ஆனால் இது வந்து எந்த விதமான ஒரு இதுவும் இல்லாமல் இருந்தது. ஆனால் வந்து காலப்போக்கில் இது வந்து வைணவ தலமாக இதை வந்து மாற்றப்பட்டிருக்கு. வந்து அந்த மாதிரியான எந்த விதமான ஒரு பெயிண்டிங் கொடுத்துருக்காங்க, அது தப்பான்னு நினைக்கிறீங்களா? அதெல்லாம் எதுவுமே இல்லாமல் நேச்சுரலாக இருந்த இந்த கோபுரத்தை வந்து அம்மையார் ஜெயலலிதா அவர்கள் இருக்கும் காலங்களில், முதல்வராக இருக்கும் காலங்களில் இது பெயிண்ட் அடிக்கப்பட்டு ராமங்கள்லாம் பொறிக்கப்பட்டு இன்றைக்கி இந்த கோபுரம் வந்து ഒരു இதை வந்து മാറ്റപ്പെട്ടിருக்கு. അതായത് ഈ ക്ഷേത്രം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 8-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലത്ത് വല്ലഭ രാജാവാണ് ഇത് നിർമ്മിച്ചത്. പിന്നീട് 8-9 നൂറ്റാണ്ടിൽ മിശ്രിതമായിട്ടാണത് പോയത്. ആ സമയത്ത് ഏതാണ്ട് ആ ഒരു വ്യത്യാസം 100 വർഷ പഴക്കത്തിൽ വ്യത്യാസത്തിൽ അത് നിർമ്മിക്കപ്പെട്ടു. അന്ന് ഇത്രയും ഈ ഗോപുരത്തിന് ഉയരമില്ലായിരുന്നു. പിന്നീട് 15-16 നൂറ്റാണ്ട്, അതായത് വിജയ സാമ്രാജ്യം നിലനിന്നിരുന്ന സമയത്ത് ഇതിൻ്റെ ഗോപുരത്തിൻ്റെ ഉയരം കൂട്ടുകയും 11 നിലകളാക്കി മാറ്റുകയും ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ 60 മീറ്റർ, 60 എന്നാണ് ഇവർ പറയുന്നെങ്കിലും അതിലും മുകളിൽ ഉയരമുണ്ടെന്നാണ് നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നത്. എന്തായാലും ഔദ്യോഗിക ഭാഷ അനുസരിച്ചാണ് 60 മീറ്ററാണ്, അങ്ങനെ തന്നെ നിലനിർത്താം. ഇതിൽ ഈ കൊത്തുപണികളാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതിനകത്ത് നിരവധി അതിൻ്റെ സംസ്കാരങ്ങൾ പറയുന്ന, ദ്രവീഡിയൻ കൾച്ചർ പറയുന്ന കൊത്തുപണികളുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ടാണ് അന്നത്തെ കാലഘട്ടത്തിൽ, അതായത് 1949 ഓമന്തൂർ രാമസ്വാമി റെഡ്ഡിയാർ അന്ന് മുഖ്യമന്ത്രിയായിരുന്നു തമിഴ്നാടിൻ്റെ. ആ സമയത്ത് അദ്ദേഹം ഈ ഒരു ഗോപുരം എന്തുകൊണ്ട് നമുക്ക് ഇതിന് ഒരു ഔദ്യോഗിക ചിഹ്നമാക്കിക്കൂടാ, ഇതിലൊരു ദ്രവീഡിയൻ കൾച്ചർ ഇല്ലേ, ഇതിൽ അത് ചെയ്യേണ്ടതല്ലേ എന്ന ഒരു നിർദ്ദേശം അന്ന് ഉയർന്നു വന്നു. പിന്നീട് ഇത് PS കുമാരസ്വാമി രാജാവ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അത് അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ദ്രവീഡിയൻ സംസ്കാരത്തിൻ്റെ പ്രതീകമെന്ന നിലയിൽ ഗോപുരത്തെ ഈ തമിഴ്നാട് സർക്കാർ ഔദ്യോഗിക ചിഹ്നമാക്കി മാറ്റിയത്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇങ്ങനെയൊന്നും ഇതിന് നിറമില്ലായിരുന്നു. സാധാരണ ആ പാറയുടെ നിറം മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഇതിന് നിറം നൽകി. പക്ഷെ നമുക്കിപ്പോൾ അതിനെ കുറ്റപ്പെടുത്താനാകില്ല. എന്തായാലും അന്നത്തെ ആ സമയത്ത് നിറം നൽകിയവർക്ക് ഇത് ഭംഗി വേണമെന്ന് ഉദ്ദേശിച്ച് ചെയ്തതായിരിക്കും. പക്ഷേ ശരിക്കും പുരാവസ്തു വകുപ്പ് സാധാരണഗതിയിൽ ഇങ്ങനെയൊന്നും അനുവദിക്കാറില്ല. അതിൻ്റെ ആ തനിമ നിലനിർത്തി തന്നെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത് പക്ഷേ അത് അങ്ങനെയല്ല സംഭവിച്ചത്. എന്തായാലും ഈ ഗോപുരവും ഈ ഗോപുരത്തിൻ്റെ നിർമ്മാണവും അതിൻ്റെ ചരിത്രവും പറയുമ്പോൾ ആ തമിഴ് ജനത ഒന്നാകെ, അല്ലെങ്കിൽ ആ തമിഴിൻ്റെ ദ്രവീഡിയൻ ആ കൾച്ചറിൻ്റെ പ്രതീകമെന്ന നിലയിലാണ് ഈ ഗോപുരത്തെ അവർ ഔദ്യോഗിക ചിഹ്നമാക്കി പ്രഖ്യാപിച്ചതും ഇപ്പോഴും അത് കൊണ്ടുപോകുന്നത്. അതൊരു സെക്കുലറിസത്തിൻ്റെ ഭാഗം കൂടിയാണ്. അല്ലാതെ അതൊരു ക്ഷേത്രവിശ്വാസത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ദൈവികമായ പരിവേഷം മാത്രമല്ല. അതിലുപരി ആ ദ്രവീഡിയൻ കൾച്ചർ എന്ന് പറയുമ്പം മിശ്രിതമാണ്. അതിലെല്ലാം ഉണ്ട്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ഉൾപ്പെടുന്ന എല്ലാ ജാതി മതസ്ഥരും അല്ലെങ്കിൽ മതങ്ങളും ഉൾപ്പെടുന്നതാണ് ദ്രവീഡിയൻ കൾച്ചർ. അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഗോപുരത്തിലെ ആ ശില്പങ്ങളും അതെല്ലാം, അതിനുള്ളിലുള്ള കൊത്തുപണികളും. പക്ഷെ നമുക്കതൊന്നും കാണിക്കാൻ കഴിയില്ല. അതിന് നിയമതടസ്സങ്ങളുണ്ട്. അതിനുള്ളിലേക്ക് ക്യാമറ അനുവദിക്കില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്കതൊന്നും കാണിക്കാൻ കഴിയാത്തത്. ഈ തഞ്ചാവൂരിലൊക്കെ നമ്മൾ പോകുമ്പോൾ കണ്ടിട്ടുണ്ടല്ലോ അവിടുത്തെ ഈ ഗോപുരങ്ങളുടെ, അതുപോലെ മീനാക്ഷി ക്ഷേത്രം, ഇവിടെയൊക്കെ ഈ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഗോപുരങ്ങളുടെ നഗരം എന്ന നിലയിലാണ്, ഈ സംസ്ഥാനം എന്ന നിലയിലാണ് തമിഴ്നാട് അറിയപ്പെടുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല ഒരു ഗോപുരത്തെയാണ് തമിഴ്നാട് ഗവൺമെൻറ് അവരുടെ ചിഹ്നമാക്കി മാറ്റിയത്. സിന്ധൂരി.